അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ ചന്ദ്രൻ എന്തിന്, ഈ ഭൂമി എന്തിന്, ഈ നെപ്റ്റ്യൂണുകൾ എന്തിന്, ഈ ഗാലക്സികൾ എന്തിന്, ഈ സൂര്യനും ചന്ദ്രനും എന്തിന്, ഈ പർവ്വതങ്ങൾ എന്തിന്, ഈ മാമലകൾ എന്തിന്, ഈ അർശും കുർശും പോലും എന്തിനാ നബിയെ? അങ്ങില്ലായിരുന്നുവെങ്കിൽ ഇതിനെ ഒന്നും ഞാൻ സൃഷ്ടിക്കുകയില്ലായിരുന്നു തിരുദൂതരോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സാക്ഷ്യപ്പെടുത്തിയ അന്നബി സല്ലല്ലാഹു عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه الله 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 ഹബീബേ റസൂലരെ അങ്ങയെ സലാം ചൊല്ലി പറക്കാം മദീനത്താൻ എന്നെയും ചേർത്തിടല്ല മക്കത്തേക്ക് എത്തിയിടാനും ഞങ്ങൾക്കും വിധിയേകല്ല അല്ലാ 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 ലോകത്ത് അടിച്ചമർക്കപ്പെട്ടവന് സാന്ത്വനം പകരാൻ, അടിച്ചു കുഴിച്ചു മൂടപ്പെട്ട പെണ്ണിന് സ്ത്രീത്വത്തിന്റെ പുനർജന്മം നൽകാൻ, കരുണയില്ലാത്തവന് കരുണയായി, സ്നേഹം കിട്ടാത്തവന് സ്നേഹമായി, അനുഗ്രഹീനം കിട്ടാത്തവൻ അനുഗ്രഹമായി, ഈ പ്രപഞ്ചത്തിന്റെ തന്നെ അത്ഭുതമായി ലോകത്ത് മക്കാ മലർവാടിയില് ഇരുളാർന്ന് കിടന്ന മക്കാ മരുഭൂമിയിലേക്ക് അനുഗ്രഹമായി കടന്നു വന്ന ഇരുളാൽ അമർന്നു പോയ മക്കാ നഗരിയെ അത്ഭുതമായി പ്രകാശം പോലെ ജ്വലിപ്പിച്ച ലോകത്തിന്റെ ഗുരു അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നൂറു കി ജൽവാ നൂറു കി ജൽകാ നൂറു കി മഹഫിൽ ജാ മദീന തുജേ സലാം. പ്രകാശത്തിന്റെ പ്രഭാവലയം തീർക്കുന്ന ഹബീബ് അരുതായ്മയുടെ ആലയത്തിൽ മോചനത്തിന്റെ വെള്ളിടികൾ ഉയർത്തിയിട്ട് ആ സമുദായത്തെ മുഴുവനും മാതൃകായോഗ്യമായ സമുദായമാക്കി കൊണ്ടുവന്ന് ലോകത്താകമാനമുള്ള മാനവികതയുടെ മലതിരകളോ മദീനതയോടുള്ള അനുരാഗത്തിന്റെ ആത്മസമർപ്പണം നടത്തിയ ഹബീബേ അവിടുത്തേക്ക് സലാം, അവിടുത്തേക്ക് സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്.